വന്നിട്ട് വേണം നമുക്ക്. അതിലാരൊക്കെ ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തിരക്കുള്ളവർക്ക് പോവാം, അതിന് തടസ്സമില്ല. അല്പസമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇവിടെ പറയാം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കുറേ പറഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അള്ളാഹു പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ 3 പത്തുകളിലെ അവസാനത്തെ 10ലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതും നമ്മളോട് വിട പറയുകയാണ്. പരിശുദ്ധ റമദാനു ഷരീഫിനെ 3 ഭാഗങ്ങളായി അള്ളാഹു നമുക്ക് സംവിധാനിച്ച് തന്നു. ഒരു മനുഷ്യൻ്റെ ഒരു ആയുസ്സിൽ അവനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആ റമദാനു ഷരീഫിനെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ എല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമായ സംഗതികളുമാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, മറ്റൊന്ന് പടച്ച റബ്ബിൻ്റെ മഗ്ഫിറത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാവർക്കും ലഭിക്കേണ്ടത് പടച്ച റബ്ബിൻ്റെ നരകത്തിൽ നിന്നുള്ളൊരു മോചനമാണ്. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പെടാപ്പാടുപെടുന്നതും കഷ്ടപ്പെടുന്നതുമെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നരകത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. കാരണം നരകമെന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിച്ച അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച പോലെയല്ല കാര്യങ്ങൾ. നരകത്തിൻ്റെ അവസ്ഥ അത്രത്തോളം ഭയാനകമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഒട്ടനേകം കാര്യങ്ങൾ അതുമായി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നരകമെന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, നരകത്തിൽ തീയാണ് എന്നത്. അതിപ്പോൾ നമ്മളെ നാട്ടിലും ഇല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ തീ പോലെയല്ല നരകത്തിൻ്റെ തീയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കാൻ ഓർഡർ കൊടുത്തിട്ടാണ് പടച്ച റബ്ബ് നരകത്തെ കത്തിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ തീ അങ്ങനെയുള്ളതല്ലല്ലോ. ആ നരകത്തിൻ്റെ എത്രയോ 10 മടങ്ങ് വളരെ മൈന്യൂട്ടായിട്ടുള്ള തീയിൻ്റെ പുക മാത്രമാണ് ഇന്ന് ദുനിയാവിലുള്ള തീ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ മുത്തുനബി പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിച്ചു 1000 കൊല്ലം. എത്ര കൊല്ലം? 1000 കൊല്ലം നരകത്തെ കത്തിച്ചു. നമ്മളാകെ ജീവിക്കുന്നത് 100 വയസ്സിൽ താഴെയാണ്. അപൂർവമേ ചില ആളുകൾ 100ൻ്റെ അപ്പുറത്തേക്ക് പോകാറുള്ളൂ. 1000 കൊല്ലമാണ് അള്ളാഹു നരകത്തെ ആദ്യം കത്തിച്ചത്. ആ സമയത്ത് നരകത്തിൻ്റെ നിറം നല്ല ചുവന്ന് തുടുത്ത തീക്കണൽ കട്ട പോലെയായി. അത്തസ്തഹ്മറത്ത്, അഥവാ നരകം നല്ല ചുവന്ന് തുടുത്തതായി. ആ തീക്കണലിൻ്റെ നിറം എങ്ങനെയാണ്? ഇല്ല, വീണ്ടും 1000 കൊല്ലം അള്ളാഹു നരകത്തെ കത്തിച്ചപ്പോൾ ആ നരകം വെളുവെളുത്തതായി. തീയിൻ്റെ ശക്തി കൂടുമ്പോൾ അത് വെളുക്കുക ചെയ്യാം. അതിലും കൂടിയാൽ പിന്നെ മറ്റൊരവസ്ഥയുണ്ട്. നമ്മൾ വീട്ടിൽ കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പം വിറക് ഇങ്ങനെ വലിച്ചു വെക്കും ചൂട് കുറക്കാൻ വേണ്ടിയിട്ട്. ആ വിറക് കൊള്ളിയുടെ തലപ്പത്ത് നല്ല കണലുണ്ടാവും. പക്ഷെ വിട്ടുനിന്ന് ഇങ്ങനെ നോക്കിയതൊരു വെളുത്ത നിറം തോന്നുക. അതിലേക്ക് ഊതി നോക്കിയാൽ എന്തുണ്ടാവും? അതിനത് നോക്കാൻ നേരം വേണ്ട, നമ്മൾ പ്ലേറ്റിൻ്റെ മുമ്പിലല്ലേ. അപ്പോൾ അതിൽ കണലുണ്ടാവും. 1000 കൊല്ലം കത്തിച്ചപ്പോൾ ചുവന്നതും, പിന്നെ 1000 കൊല്ലം കത്തിച്ചപ്പോൾ നല്ല വെളുവെളുത്തതും. ഇല്ല, വീണ്ടും അള്ളാഹു നരകത്തെ 1000 കൊല്ലം കത്തിച്ചപ്പോൾ ആ നരകം ഹത്തസ്വദ്ദത്ത്, അത് കൂരിരുട്ട് പോലെ കറുകറുത്തതായി മാറുകയാണ്. അഥവാ നരകത്തിന് കൂരിരുൾ മുട്ടിയ രാത്രി പോലെയാണ്. കല്ലൈലിൽ മുദ്ലിമാ, കൂരിരുൾ മുട്ടിയ രാത്രി പോലെയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചങ്ങനെ നടന്നാൽ പോരാ. എന്താണ് നരകം എന്നതിനെക്കുറിച്ച് ചെറിയൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളണ്ടേ. നരകമെന്ന് പറയുന്നത് അതിന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, നാറുല്ലാഹിൽ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലഹു വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ. ആ ഹുതമ എന്ന് പറയുന്നത്
എന്നൊരവസ്ഥയിലേക്ക് നരകത്തെ എത്താനുള്ള കാരണമെന്തെന്നറിയോ? എല്ലുകൾ പൊടിയുന്നത് എന്നാണ് ഹുത്തമയുടെ അർത്ഥം വരുന്നത്. അഥവാ എല്ലുകൾ അതിൽ നിന്ന് പൊടിയുന്നത് കൊണ്ടാണ് ആ നരകത്തിന് ഹുത്തമ എന്ന അവസ്ഥ വന്നത്. വ്യത്യസ്തങ്ങളായ കാറ്റഗറിയാണ് നരകത്തിനുള്ളത്. 7 തട്ടുകളാണ് നരകത്തിനുള്ളത്. അതിലേറ്റവും മുകളിലത്തെ തട്ടാണ് ജഹന്നം. ജഹന്നമെന്ന നരകത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ജഹന്നം എന്നത് നരകത്തിൻ്റെ ഏറ്റവും മേലത്തെ എ ക്ലാസ് കാറ്റഗറിയിലുള്ളതാണ്. ആ ജഹന്നമെന്ന നരകത്തിലുള്ള ആളുകൾ അവരുടെ ശിക്ഷ കഴിഞ്ഞാൽ അള്ളാഹു അവരെ മാഉൽ ഹയാത്തിൽ മുക്കിയെടുത്തിട്ട് ആ കരിയുടെയും പുകയുടെയും അടയാളങ്ങളൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഉത്തഖാഉല്ലാഹി മിനന്നാർ, അവർക്കൊരു സീല് വെച്ച് കൊടുക്കും. അള്ളാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരെന്ന്. അങ്ങനത്തെ ഒരു സീല് വെച്ചിട്ട് അവരെ സ്വർഗത്തിലേക്ക് അള്ളാഹ് പറഞ്ഞേക്കും. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞവർ സ്വർഗത്തിലെത്തി നല്ല അനുഗ്രഹത്തിലാണ്. എന്നാലും അവർക്ക് അവരുടെ മുഖത്തൊരു സീലുണ്ട്. എന്താണത്? ഉത്തഖാഉല്ലാഹി മിനന്നാർ. നമ്മളെ ക്ഷീര കർഷകന്മാർക്ക് ചില പശുക്കളെ കൊടുക്കും, കാതിലൊരു കമ്മൽ പോലത്തെ ഒരു കടുക്കനിട്ടിട്ട്. എന്നതുപോലെ നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിട്ട് വരുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു ഉത്തഖാഉല്ലാഹി മിനന്നാർ, നരകത്തിൽ നിന്ന് അള്ളാഹ് മോചിപ്പിച്ച ആളുകളെന്ന്. അപ്പോൾ സ്വർഗവാസികൾ ഇങ്ങനെ കാണുമ്പോൾ പറയും, നിങ്ങൾ നരകത്തിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ. ഇത് കേട്ട് സഹിക്കാൻ വയ്യാതെ അടിമകൾ അള്ളാഹിനോട് പറയുമത്രേ, അല്ലാ ഞങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നീ ചെയ്തു തന്നല്ലോ. ജഹന്നമെന്ന നരകത്തിൽ നിന്ന് ജന്നത്തെന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ അല്ലാ. എല്ലാം ചെയ്തു തന്ന റബ്ബേ, ഇതൊന്നും മായിച്ചു തരാമോ അല്ലാ? കാരണം ആളുകൾ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, പരിഹസിക്കുകയല്ല, ഒരു ചോദ്യമാണ്. അതെ, നിങ്ങൾ നരകത്തിൽ നിന്ന് വന്നവരാണല്ലേ. അത് സഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആ നരകത്തിൻ്റെ അവസ്ഥക്ക് ഹുത്തമ എന്ന് വരാനുള്ള കാരണം എന്തെന്നറിയോ? ഒരു മലക്കിൻ്റെ സബാനിയാക്കളാകുന്ന മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ ഒരു നരകവാസിയാകുന്ന ഒരു മനുഷ്യനെ ഒരു മലക്കിനങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ വിറകിൻ്റെ ഉണങ്ങിയ കൊള്ളി അടുപ്പിലേക്ക് പാകമാകാൻ വേണ്ടി കാലിൻ്റെ മുട്ടിൽ വെച്ച് പൊട്ടിക്കുന്നത് പോലെ മലക്കുകൾ പച്ച മനുഷ്യനെ പൊട്ടിച്ചെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എങ്ങനെ? നമ്മൾ പെണ്ണുങ്ങളുണ്ടല്ലോ, ഈ അതിരിക്കുന്നൊക്കെ ചെറിയ എന്താ പറയല്, ചുള്ളിയും കോലൊക്കെ പൊട്ടിച്ച് കൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യും? അത് ചിലപ്പോൾ അടുപ്പ് കണ്ടു വെക്കുമ്പോൾ ഒന്നുണ്ടാവും കിഴക്കോട്ട്, ഒന്നുണ്ടാവും പടിഞ്ഞാട്ട്. അപ്പം എന്ത് ചെയ്യും? അതൊക്കെ പാടെടുത്തിട്ട് കൈകൊണ്ട് കിട്ടണതാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ പൊട്ടിക്കും. അല്ലാത്തതാണെങ്കിൽ പിന്നുള്ള പരിപാടി എന്താ? ഇതേ കോലത്തില് ജബാനിയാക്കളാകുന്ന മലായിക്കത്തുകൾ മനുഷ്യന്റെ മുതുകല്ലിന് അഥവാ നടുവിന് പിടിച്ച് പൊട്ടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ കണ്ട തീയല്ല, ഈ ലോകം ഒരുപാട് തീ കണ്ടവരാണ്. കൊല്ലക്കണക്കിന് അഥവാ 2000-ഓളം കൊല്ലം കത്തിച്ച തീയായിരുന്നു പേർഷ്യക്കാരാരാധിച്ചിരുന്ന തീ. ആ തീ അത് കത്തിച്ച് വെച്ചതിൻ്റെ ശേഷം ഒരു സെക്കൻഡ് പോലും കെട്ടിട്ടില്ല. പക്ഷേ ആ തീയും കെട്ടുപോയി. എന്തുകൊണ്ട്? നൂറുൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, നമ്മുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനായതോടുകൂടെ അതാ പേർഷ്യക്കാരാരാധിച്ച 2000 കൊല്ലത്തോളം കത്തിച്ച തീക്കുണ്ടാരമങ്ങ് അണഞ്ഞുപോയി. ഏത് വലിയ പീരങ്കി ഉപയോഗിച്ചാലും നരകത്തിലെ തീ പോലെയുള്ളൊരു തീനാളമുണ്ടാക്കാൻ സാധ്യമല്ല. അതാണ് സഹോദരങ്ങളെ നരകമെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അവസാനത്തെ 10 പ്രത്യേകമായി പടച്ച റബ്ബ് നമുക്ക് തന്നത്. എന്തിനു വേണ്ടിയാ അവസാനത്തെ 10 തന്നത്? ഷോപ്പിംഗ് നടത്താൻ മാത്രമല്ല, നടത്തിക്കോളൂ, വേണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഇബാദത്തിന് ഏറ്റവും ഉതകുന്ന പടച്ച റബ്ബിൻ്റെ
റബ്ബിൻ്റെ നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടേണ്ട എരന്ന് വാങ്ങേണ്ട ദിനരാത്രങ്ങളാണത്. അതിൽ നമ്മൾ ഉറങ്ങിക്കൂടാ, അതിൽ നമ്മൾ അന്ധമായ അലസതയോടെ ജീവിച്ചുകൂടാ. ഇതാണ് നരകത്തിൻ്റെ അവസ്ഥ. മാത്രമല്ല, അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ, ആ നരകത്തിൻ്റെ തീനാളം നമ്മളെ ഇങ്ങനെ തിന്ന് 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 അവസാനമെത്തുന്നത് എവിടെയെന്നറിയോ? ഏറ്റവും ശരീരത്തിൽ വേദനയുള്ളത് ഹാർട്ടിനാണ്, നെഞ്ചിനാണ്. നമുക്ക് തലവേദന വന്നാൽ നമ്മൾ സഹിക്കും, കാലിന് വേദന വന്നാൽ നമ്മൾ സഹിക്കും, ഊരക്ക് വേദന വന്നാൽ നമ്മൾ സഹിക്കും, ഏത് അവയവങ്ങൾക്ക് വേദന വന്നാലും നമ്മൾ സഹിക്കും. ഒരു പക്ഷേ ചിലപ്പം ഗ്യാസ് കൊണ്ടാണെങ്കിലും നെഞ്ചിനൊരു വേദന വന്നാൽ കിട്ടിയ വണ്ടി വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പായും. എന്തേ കാരണം? നമുക്കറിയാം നെഞ്ചിന് തകരാറ് വന്നാൽ നമ്മൾ ഓഫാണ്. അതല്ലേ ഖുർആനും പറഞ്ഞത്, അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ. ഒരു മനുഷ്യൻ തിന്മകൾ ചെയ്യണമെങ്കിൽ അവൻ്റെ മനസ്സിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന് വ്യഭിചരിക്കണമെങ്കിൽ അതും അവൻ്റെ മനസ്സിൽ നിന്നല്ലേ തോന്നുന്നത്. ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കണമെങ്കിൽ അതും അവൻ്റെ മനസ്സിൽ നിന്നല്ലേ തോന്നുന്നത്. അതുകൊണ്ട് നരകത്തിൻ്റെ തീനാളം ആദ്യം കരിച്ചു കളയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഭാഗമാ. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മളെല്ലാത്തിനും പുല്ല് വില കൽപ്പിച്ച് നടന്നാൽ അള്ളാൻ്റെ നരകം നമ്മളെ കാത്തിരിക്കും. മുഅ്മിനെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു തോന്നലാണ് എന്തെന്നറിയോ? എന്താ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നില്ലേ? അതൊക്കെ ഒരു പ്രശ്നമാണെങ്കിൽ മറ്റുള്ളവൻ അങ്ങനെ ചെയ്യോ? എടോ, അള്ളാൻ്റെ ദീനിൽ മറ്റുള്ളവൻ ചെയ്തത് തെളിവല്ല. അള്ളാൻ്റെ ദീനിൻ്റെ ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അതാണ് പരിശുദ്ധമായ ദീന്. അല്ല എങ്കിൽ അമ്പിയാക്കളോ അതല്ലെങ്കിൽ സ്വഹാബത്തോ താബിഉകളോ തബഉ താബിഉകളോ സലഫ് സ്വാലിഹീങ്ങളോ ചെയ്ത് കാണിച്ചതാകണം. നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഒന്നുമല്ലാത്ത നമ്മൾ ചെയ്തത് ദീനിൽ തെളിവാക്കിക്കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റൂല. അഥവാ നമ്മളറിയാതെ നമ്മളെ ഈമാൻ ചോർന്നു പോകും. നമ്മളെവിടെ ചെന്ന് പെടും? നരകത്തിൽ ചെന്ന് പെടുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം മറ്റൊരു തീയിനെ പറ്റിയും പറഞ്ഞോടത്ത് നാറുല്ലാ, അള്ളാൻ്റെ തീ എന്ന് പറഞ്ഞിട്ടില്ല. നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്തെല്ലാം പറഞ്ഞത് നാറുല്ലാഹിൽ മൂഖദാ. ഓരോ മനുഷ്യനും അത് ശ്രദ്ധിക്കേണ്ടതാണ്. നരകവാസിയായ മനുഷ്യനെ നരകത്തിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവനങ്ങ് ഉരുകി കത്തിച്ചാമ്പലാമ്പലോടുകൂടെ അവൻ്റെ ശിക്ഷ തീരൂല്ല. അള്ളാന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അങ്ങിട്ട് കഴിഞ്ഞാൽ നളിജത് ജുലൂദുഹും, ആ എല്ലിലുള്ള എല്ലാ മാംസങ്ങളും ഉതിർന്ന് താഴേക്ക് ചാടുമെന്നാണ്. നല്ല ദമ്മിൽ വേവിച്ച ആടിൻ്റെ കാല് പിടിച്ചൊന്ന് കുലുക്കിയാൽ, അറബ് രാജ്യത്ത് പോയ ആളുകൾക്കറിയാം, അതിൻ്റെ കാലൊന്ന് പിടിച്ച് കുലുക്കിയാൽ പഞ്ഞി പഞ്ഞി പോലെ മാംസങ്ങൾ ഉതിർന്ന് ചാടുന്നത്. എന്നതുപോലെ പച്ച മനുഷ്യൻ്റെ എല്ലിൽ നിന്ന് മാംസം മുഴുവനും കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, എല്ലാ മാംസങ്ങളും മുതിർന്ന് താഴേക്ക് ചാടുകയാണ്. അതോടുകൂടെ ശിക്ഷ അവസാനിക്കുന്നില്ല. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അങ്ങനെ ശരീരത്തിലെ എല്ലിൽ നിന്ന് മാംസം മുതിർന്ന് താഴെ വീണാലും അല്ല ശിക്ഷ നിർത്തൂല. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ആ ശരീരത്തിന് വീണ്ടും അല്ല ഒന്നുകൂടി പടക്കുകയാണ്. വീണ്ടും അവനെ മുക്കുകയാണ്. വീണ്ടും അവൻ്റെ മാംസം മുതിർന്ന് ചാടുകയാണ്. ആ ഫ്രെയിം എടുത്ത് പുറത്ത് വെച്ച് വീണ്ടും അല്ല പടച്ച് വീണ്ടും മുക്കുകയാണ്. എന്തേ? അള്ളാഹ്ക്ക് സുഖമില്ലേ എന്ന് ചിന്തിക്കണ്ട. അള്ളാന്റെ ഖുർആൻ അക്കമിട്ട് നമ്മളോട് പറഞ്ഞതാണ്, ഇതെല്ലാം അല്ല ചെയ്യുന്നതാ. എന്തിനു വേണ്ടിയാ ചെറുപ്പക്കാരാ ഇതെല്ലാം ചെയ്യുന്നത്? ലിയദൂഖുൽ അദാബ്, അള്ളാന്റെ ശിക്ഷയുടെ രസമെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാനാണ്.
അല്ല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാര്യം വലിയ ബേജാറാണ്. നമ്മക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, നരകത്തേക്ക് പോയാലും അല്ല അതൊക്കെ കേച്ചിട്ട് നമ്മളെ സ്വർഗത്തേക്ക് തന്നെ കൊണ്ടുപോകല്ലോ. ഓലക്കട മൂടാണ്. അതങ്ങ് പെരെ പോയിട്ട് പറഞ്ഞാൽ മതി. ജഹന്നമെന്ന തട്ടിലുള്ള ആളുകളെ അല്ലാതെ അതിൻ്റെ അടിയിൽ സഖറുണ്ട്, സഈറുണ്ട്, ഹാവിയത്തുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സൗകര്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ കാറ്റഗറിയിലുമുള്ള ആളുകളുണ്ട്. അവരെല്ലാം കാലാകാലവും ആ നരകത്തിൽ തന്നെയാണ്. ജഹന്നമെന്ന നരകത്തിലുള്ള ആളുകളെ മാത്രമാണ് അവരടുത്ത് സംഭവിച്ച തെറ്റുകൾക്കുള്ള ശിക്ഷ കൊടുത്തിട്ട് ഹയാത്തിൽ മുക്കിയിട്ട് വീണ്ടും അല്ല സ്വർഗത്തിലെത്തിക്കുക. അല്ലാത്ത 6 തട്ടിൽ കിടക്കുന്ന ആളുകളെയും അല്ല നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂല. അല്ലാഹുവേ, കാര്യം വലിയ ബേജാറിലാണ്. ഞങ്ങളെ കാക്കണേ അല്ലാ. അവസാനം മലായിക്കത്തുകളോട് പടച്ചറബ് പറയുമത്രേ, മലക്കുകളെ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഒരു ചുറ്റിക എടുത്തോളൂ, നല്ല ആണികളെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മലായിക്കത്തുകൾ ഈ ജഹന്നമിലുള്ള ആളുകളൊക്കെ അവരുടെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറക്കി സ്വർഗത്തിൽ എത്തിച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള നരകത്തിൻ്റെ എല്ലാ ആളുകളും അതാ നല്ല ഉന്നതമായ ആണികൾ വെച്ച് അടിച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ്. ഒരു ആശ്വാസത്തിൻ്റെ ഒരൽപ്പം വായു പോലും അതിലേക്ക് കടക്കാൻ ചാൻസ് ഇല്ലാത്ത വിധത്തിൽ അല്ലാഹു ആ നരകത്തെ ബന്ദവസ്ഥാക്കുന്നതാണ്. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നരകമോചനം പടച്ച റബ്ബിനോട് ആവശ്യപ്പെടാനായിട്ട് എല്ലാ കൊല്ലവും അല്ലാഹ് റമളാൻ തന്നത്. ഈ റമളാൻ എന്നേ നമ്മളിലേക്ക് വന്നത്. റമളാൻ ഇതാ നമ്മളോട് വിട പറയുകയാണ്. ഇന്നത്തെ ഖുതുബയിൽ ഖതീബ് റമളാൻ ശരീഫിനോട് സലാം പറഞ്ഞല്ലോ. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ബറകതി വർ-റിളവാൻ. സഹോദര, പോവുകയാണ്. ഒരാളോടും റമളാൻ യാത്ര ചോദിച്ചിട്ടില്ല. ഇനി അടുത്ത റമളാൻ വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ നമുക്ക് പറയാനറിയില്ല. അല്ലാഹുവേ, ഞങ്ങളെ ആയുസ്സിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. നരകത്തിൻ്റെ മോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ പാവങ്ങളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്തിനാണ് മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹ് പറഞ്ഞയച്ചത്? ചരിത്രം നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇതൊന്നും ഞമ്മക്ക് ബാധകല്ല എന്ന ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇതൊന്നും മറന്നു പോകാതെ കൽബിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചോ. ഏത് സമയത്ത് തെറ്റുകളിലേക്ക് ചേക്കേറുമ്പോഴും ഇതൊന്ന് മനസ്സിൽ സൂക്ഷിക്കണേ. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ നരകം കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? നരകത്തിൻ്റെ തീയിൽ നിന്ന് ഒരു അല്പം വാങ്ങാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹ് മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. മാത്രമല്ല, ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം എന്തിനു വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നത്? ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ തീ വേണം. ആ തീയിൻ്റെ ആവശ്യത്തിനൊരൽപ്പം തീക്ക് വേണ്ടിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് അല്ലാഹ് പറഞ്ഞയച്ചത്. അന്ന് തീ കിട്ടിയത് കൊണ്ടാണ് നമ്മളിന്ന് കോഴി ചുടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ മീൻ കറി വെക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇന്നെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മാലിക് അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഒരൽപ്പം തീ തരാൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മാലിക് അലൈഹിസ്സലാമിൻ്റെ ചോദ്യമാണ്, അല്പം എന്ന് പറഞ്ഞാൽ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്പം എന്നൊന്നും പറഞ്ഞാൽ തരാൻ പറ്റൂല. കറക്റ്റ് കൃത്യം അളവങ്ങോട്ട് പറഞ്ഞോളൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉരീദു മിൻഹാ മിഖ്ദാറ തംറത്തിൻ,
ഒരു ഈത്തപ്പഴത്തിൻ്റെ അത്ര മതി. നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മളെ വായിലേക്ക് നിഷ്പ്രയാസം എറിയുന്ന ഒരു ഈത്തപ്പഴമില്ലേ, അത്രയും വലിയ നരകം. അഥവാ നരകത്തിൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് കേട്ടോളൂ. അള്ളാഹു ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു മലക്കിനോട് പറയാൻ, ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോളൂ. ഒരു മലക്ക് ആ മനുഷ്യനെ നരകത്തിൽ തെരഞ്ഞു നടന്നത് 7000 കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എത്ര കൊല്ലം? 7 ദിവസമല്ല, 7000 കൊല്ലം തെരഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പടച്ചോണ്ട് പറഞ്ഞു, എവിടെ റബ്ബ് ഞാൻ കണ്ടില്ലല്ലോ. എന്നാ നേരെ വിട്ടോ, അങ്ങേ മൂലക്കൊരു പാറക്കല്ലിൻ്റെ ചോട്ടുണ്ട്. എങ്ങനെയുണ്ട് പരിപാടി? നരകത്തിൽ കത്തിക്കുന്നത് വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യനെയും പാറക്കല്ലുകളെയുമാണ് കത്തിക്കുന്നത്. അങ്ങനെ പഴുത്ത് കണലായി നിൽക്കുന്ന കല്ലിൻ്റെ ചോട്ട്, ചിക്കൻ പൊള്ളിച്ചതിൻ്റെ രസം പോലല്ലത്, പച്ച മനുഷ്യനാണ് വെക്കണത്. മലക്ക് പോയിട്ട് പാറക്കല്ല് പൊന്തിച്ചിട്ട് നോക്കുമ്പോൾ സാധനം ഉണ്ട്, സ്റ്റിക്കറായിട്ട് അവിടെ കിടക്കണം. ഇതാണ് അവസ്ഥ. നമുക്കൊക്കെ ഇതേ കാരണം നല്ലപോലെ അല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഒരു ഈത്തപ്പഴത്തിൻ്റെ വലുപ്പമുള്ള തീ മതി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മാലിക് അലൈഹിസ്സലാം പറയാണ്, എന്നാൽ ജിബ്രീലെ കേട്ടോളൂ, നിങ്ങൾക്കെങ്ങാനും ഞാനൊരു ഈത്തപ്പഴത്തിൻ്റെ അത്ര തീ തന്നു കഴിഞ്ഞാൽ ലദാബത്തി സമാവാതു സബഉ വൽ അർളൂന മിൻ ഹർരിഹാ, ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ അത്ര തീയിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നാൽ 7 ആകാശങ്ങളും അതുപോലെ 7 ഭൂമിയും ആ ഒരു ചൂട് കാരണം കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്നതാണ്. ഒരു ചെമ്പട്ടിയിൽ വാങ്ങിയിട്ടില്ല. ബദരീങ്ങളാണ്ടിന് ചോറ് തന്നത്ര തന്നിട്ടില്ല. എത്ര കിട്ടിയത്? ഒരൊറ്റ ഈത്തപ്പഴത്തിൻ്റെ അത്ര തന്നിട്ടില്ല. തന്നാൽ ജിബ്രീലേ 7 ആകാശവും 7 ഭൂമിയും കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നതാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അഅ്തിനി നിസ്ഫഹാ, അത്ര വേണ്ട, അതിൻ്റെ പകുതി തന്നാളി. മാലിക് അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതിൻ്റെ പകുതി തരാമോ? അപ്പോഴും മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, ലൗ അഅതൈതുക മാ തുരീദു, ഞാൻ ഒരു ഈത്തപ്പഴത്തിൻ്റെ പകുതിയുടെ ഖദർ നിങ്ങൾക്ക് നരകത്തിൻ്റെ തീ തന്നു കഴിഞ്ഞാൽ ലം തൻസിൽ മിനസ് സമാഇ ഖത്റ, ആകാശത്ത് നിന്ന് പിന്നെ കാലാകാലവും മഴ പെയ്യൂല. ആകാശത്ത് നിന്ന് കാലാകാലവും ഭൂമിയിലേക്ക് മഴ വരൂല. വലം യംബുതു മിനൽ അർളി നബാതാ, ഭൂമിയിലൊരു വിത്തിട്ടാൽ മുളക്കൂല. ഒരു സസ്യലതാദികളുടെ പച്ചപ്പ്, ഒരു പുല്ലിൻ്റെ പച്ചപ്പ് ഭൂമിയിലുണ്ടാവൂല. ഇത് കേട്ടപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിനോട് പറയാം, പടച്ചോനെ മാലിക് അലൈഹിസ്സലാം തരുന്നില്ലല്ലോ, സംഗതി വലിയ ബേജാറിലാണല്ലോ. ആ സമയത്ത് അള്ളാഹിനോട് പറയാണ്, ഞാൻ എത്രയാണ് വാങ്ങേണ്ടത് റബ്ബേ? ഒരു ഈത്തപ്പഴത്തിൻ്റെ അത്ര ചോദിച്ചു, സാധ്യമല്ലെന്നാ പറഞ്ഞത്. അതിൻ്റെ പകുതി ചോദിച്ചു, അതും പ്രശ്നമാണെന്നാ പറഞ്ഞത്. ഇനി ഞാൻ എത്രയാണ് വാങ്ങേണ്ടതല്ലാ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചപ്പോൾ അള്ളാഹ് പറയുകയാണ്, നമ്മൾ വസ്ത്രം തുന്നുന്ന സൂചി നമ്മുടെ കയ്യിലൊന്ന് കുത്തിക്കഴിഞ്ഞാൽ എത്രയാണോ അതിൻ്റെ വലുപ്പം അത്ര മാത്രം വാങ്ങിയാൽ മതി ജിബ്രീലേ എന്ന് അള്ളാഹ് പറയാൻ. എത്ര നമ്മൾ സൂചി ഉണ്ടല്ലോ, തുന്നുന്ന സൂചി, അഥവാ ഒരു നമ്മുടെ കണ്ണുകൊണ്ടത് കാണാൻ പറ്റൂല, മൈക്രോ മൈന്യൂട്ടായിട്ടുള്ള അത്ര കുറച്ച്. ഇനി അതിൻ്റെ കുറച്ച് എന്ന് പറഞ്ഞ സംഗതി വേറെ ഇല്ല. അത്രയും കുറച്ച് നരകത്തിൻ്റെ തീമതി എന്ന് പറയുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അത് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അതാ അത്ര വളരെ കുറഞ്ഞ തീ കൊടുക്കുകയാണ്. ആരാ കൊടുക്കുന്നത്? മാലിക് അലൈഹിസ്സലാമാണ് കൊടുക്കുന്നത്. എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാം മിഖ്ദാറ ദർറത്തിൻ, ജിബ്രീൽ ആ നരകത്തിൻ്റെ ഒരു സൂചി കുത്താനുള്ള സ്ഥലത്തിൻ്റെ അതിലും താഴെയുള്ള വളരെ കുറഞ്ഞ തീ വാങ്ങിയിട്ട് അങ്ങനെ തന്നെ കൊടുന്നിട്ടില്ല. മുമ്മിന് മസ്തിഷ്കത്തിലെ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ കേട്ടോളൂ, അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു തന്ന അത്ഭുതങ്ങളാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അത് വാങ്ങിയിട്ട് വഗസലഹാ 70 മറത്തൻ ഫീ 70 നഹറാ, 70 പുഴകളിൽ കൊണ്ടുപോയിട്ട്
പോയിട്ട് 70 തവണ അത് വെള്ളത്തിൽ മുക്കിയിട്ട് കഴുകിയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ കൊണ്ടുവന്നത്. എന്നിട്ടാണ് ആദം നബി അലൈഹിസ്സലാമിന് ആ തീയിനെ കൊടുത്തത്. മാത്രമല്ല ഫവളഅഹാ അലാ ജബൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആ തീയിനെ കൊണ്ടുവന്നിട്ട് ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിലാണ് വെച്ചത്. ഒരു വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ, ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം അതിനെ വെച്ചത്. ആ 70 തവണ വെള്ളത്തിൽ മുക്കിയിട്ട് കുളിപ്പിച്ചെടുത്ത ആ തീയിനെ കൊണ്ടുവന്നിട്ട് ഒരു പാറയുടെ മുകളിൽ, ഒരു പർവ്വതത്തിൽ അങ്ങ് വെച്ചപ്പോൾ ഫദാബദാലിക്കൽ ജബൽ, ആ പർവ്വതം അതാ എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് വെണ്ണൂറാവുകയാണ്. മാത്രമല്ല ആ പർവ്വതം മുഴുവനും കത്തി തീക്കണലായ പ്പോൾ നരകത്തിൽ നിന്ന് വെള്ളത്തിൽ കുളിപ്പിച്ച് കൊണ്ടുവന്ന തീ പർവ്വതത്തിൽ വെച്ചിട്ടാണ് പർവ്വതം കത്തിയത്. ആ പർവ്വതം കത്തിക്കഴിഞ്ഞപ്പോൾ നരകത്തിൽ നിന്ന് വന്ന തീ അത് വന്നോടത്തേക്ക് തന്നെ തിരിച്ചു പോയതാണ്. അഥവാ അന്ന് വന്ന തീയിൻ്റെ ആ കൊടുന്ന തീയിൻ്റെ പുക മാത്രമാണ് അന്ന് കല്ലിൽ അവശേഷിച്ചത്. അതാണ് ഇന്ന് നമ്മൾ തീയായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് നരകത്തിൻ്റെ അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും ഭയാനകമായ സാഹചര്യമാണ് നരകത്തിനുള്ളത്. മാത്രമല്ല ആ നരകത്തിലൊരു ഉന്നതമായ സ്റ്റേജ് ഉണ്ട്. ആർക്ക്? നമ്മക്കല്ല. നമ്മക്കത് വേണ്ടേനും. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. നരകത്തിലെ ഉന്നതമായൊരു പ്രസംഗ പീഠത്തിൽ ഒരാളെ കൊണ്ടുവരും അല്ലാ. അതാണ് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരാണ്? ഇബ്ലീസിനെ ഒരു പ്രത്യേകമായൊരു പദവിയിൽ അല്ലാഹ് ഇങ്ങനെ അലങ്കരിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ആളുകളെല്ലാവരും അഥവാ നരകവാസികളാകുന്ന ആളുകൾ അവൻ നമ്മളോട് പറയും, ചെങ്ങായി തറാവിസ്കാരൊക്കെ പള്ളിക്കല മൂല്യരുടെ ഡ്യൂട്ടിയല്ലേ, ഇജി 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങിക്കാളെ, അന്നോടാരാ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ ഫർള് കൊണ്ടൊരു മനുഷ്യനക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. സുന്നത്തുകൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകണേ. അങ്ങനെ എന്തിനേറെ പറയുന്നു, ഓരോ സംഗതികളിൽ നിന്നും അങ്ങനെ ഇങ്ങനെ പിന്തിരിപ്പിച്ച് അവസാനം ഇബ്ലീസ് നമ്മളോട് തോന്നിപ്പിക്കുന്ന തോന്നിവാസങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുമ്പോൾ ഇതാ നരകവാസികളാകുന്ന ആളുകൾ നോക്കുമ്പോൾ ഒരു പദവിയിലൊരു പ്രസംഗ പീഠത്തിൽ ആരായിരിക്കുന്നത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഓനം കണ്ട് കാണലോടുകൂടി കട്ടക്കലിപ്പുമായിട്ട് ഓൻ്റെ വൈത്താലെ കൂടിയിട്ടടാ കള്ള ഹമുക്കെ, നീയാണല്ലോ ഞങ്ങളെ വഴിപിഴപ്പിച്ചത്, നീ ഇപ്പൊ ആകെ കുടുങ്ങിയല്ലോ, ഞങ്ങളും പെട്ടുപോയല്ലോ. അപ്പൊ മൂപ്പര് ചോദിക്കാം, ഞാനോ? ഞങ്ങളെ സ്വീപ്പാക്കി? എന്തപ്പോ നിങ്ങൾ പറഞ്ഞു? ഞാൻ നിങ്ങളെ സ്വീപ്പാക്കിയിട്ടൊന്നുമില്ല, ഞാൻ വിളിക്കുമ്പോൾ ഇതിന് പാഞ്ഞു പോന്നതിനാ? ഇബ്ലീസ് ആ സമയത്ത് പറയുമെന്നാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളല്ലേ എൻ്റെ വിളിക്കുത്തരം ചെയ്ത് എൻ്റെ കൂടെ കൂടിയത്, അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി സ്വന്തം മനസാക്ഷിയോട് പറഞ്ഞോളൂ, എന്നോട് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്നല്ലാഹ വഅദകും വഅദുൽ ഹഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. ഇബ്ലീസ് പറയാണ്, എനിക്കിവിടെ യാതൊരു അധികാരവുമില്ല, അതുകൊണ്ട് ഇല്ലാന്താവുത്തുക്കും ഫസ്തജബത്തും, ഞാൻ ചെയ്ത തെറ്റൊന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് പള്ളിക്കൊക്കെ ജമാഅത്തിന് പോണ്ട, അത് നമ്മളെ പണിയല്ല, നമ്മൾ പീടിയ കൊലായ്മക്ക് പോവുക. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പോന്നതല്ലേ, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടല്ലേ ഉള്ളൂ. ഇല്ലടയിച്ച് പൊയ്ക്കോന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായില്ലേ, നിങ്ങളെന്തേ എൻ്റെ കൂടെ വന്നത്? അതുകൊണ്ട് ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നോ, സംഗതി ശരിയാണ്. പക്ഷെ സംഗതിയൊക്കെ കഴിഞ്ഞല്ലോ, ഫലാതലൂമൂനി, നിങ്ങൾ ഇന്ന ചീത്ത പറയണ്ട, വലൂമോ അൻഫുസകും, സ്വന്തം മനസാക്ഷിയോട് ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ ചീത്ത പറഞ്ഞോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നരകത്തിൻ്റെ അവസ്ഥകൾ ഫുള്ള് പറയുകയാണെങ്കിൽ ഇന്ന് നോമ്പറക്കാൻ മഗ്‌രിബാവൂല. നരകത്തിൻ്റെ അവസ്ഥ ഫുള്ള് പറയുകയാണെങ്കിൽ ഇന്ന് മഗ്‌രിബ് വാങ്ങുന്ന ആവേണ്ടി വരില്ല നിങ്ങൾക്ക് നോമ്പറക്കാൻ. അത്രത്തോളം ഭയാനകമാണ് നരകത്തിൻ്റെ അവസ്ഥ. നമ്മളെ പോക്കും നമ്മളെ രീതികളും
കണ്ടാൽ നമുക്ക് തോന്നും നരകം എന്നൊരു വലിയൊരു സംഭവം എന്നല്ല. നരകത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ധാരണ, നരകത്തിലേക്ക് പോയാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്വർഗത്തേക്ക് പോവാൻ പറ്റും. ആർക്ക്? ജഹന്നം എന്ന തട്ടിലുള്ള ആൾക്കാർക്ക്. അതിൻ്റെ താഴെയുള്ള ഒരുപാട് തട്ടുകളുണ്ട് നരകത്തിൻ്റെ താഴെ. അതിൽ പല ആളുകളുണ്ട്. നരകത്തിൻ്റെ 7 തട്ടുകളിൽ ജഹീമുണ്ട്, ഹാവിയത്തുണ്ട്, സഖറുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ലള എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. നസ്സാഅത്തൻ ലിശ്ശവാ എന്നൊക്കെ വേണ്ട ഖുർആൻ പറഞ്ഞിട്ടല്ലോ. ഷവായ ഉണ്ടാക്കണ്ടിട്ടില്ലേ? എന്ന മാതിരി മനുഷ്യനെ, പച്ച മനുഷ്യൻ്റെ എല്ലുമെന്ന് ഇറച്ചിങ്ങനെ ഊരിപ്പോരുന്ന കോലത്തിലേക്ക് ഇതാക്കും. ഇതൊക്കെ നരകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോയി പെട്ടോന് പിന്നെ അവനൊന്നും കഴിച്ചിലാവൂല. മേലെ ജഹന്നമിലാണ് ഉള്ളതെങ്കിൽ ചെറിയൊരു സാധ്യത ഉണ്ട് കഴിച്ചിലാവാൻ. ഇതാണ് നരകത്തിൻ്റെ അവസ്ഥ. അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. ഈ പരിശുദ്ധ റമളാൻ ഷരീഫ് കൊണ്ട് വിജയിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇനി നരകത്തിൻ്റെ 7 തട്ടുകൾ വേണമെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും പറയുന്നുണ്ട്. കാരണം ശബ്ദത്തിന് വലിയ സുഖം പോരാ. കാരണം ഇന്നലെയും മിഞ്ഞാന്നും ഈ റമളാൻ തറാവി ഒന്നാണ്ട് മുട്ടി കിട്ടിയാൽ മതി എന്ന് പഠിച്ചോണ്ട് എപ്പോഴും തോരക്കാണ് ഞാൻ. അപ്പോൾ ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും നന്നാക്കി തരട്ടെ. സംഗതി വലിയ ബേജാറാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാണ്. നിങ്ങൾ ഇത്രയും കാലം കേട്ടത് ചിലപ്പോൾ അങ്ങനെ എന്ത് നരകത്തേക്ക് പോയാലും പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് സ്വർഗത്തേക്ക് കയറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേറ്റ് അടയ്ക്കാം നമ്മൾ അതും വിചാരിച്ച് സമാധാനത്തിൽ തൊക്കിൽ റെസീറ്റ് ബുക്കും വെച്ച് അടക്കാം. കാര്യമില്ല കേട്ടോ. ജഹന്നം എന്ന നരകത്തിൽ വീണാൽ അതിലും വീകാൻ പാടില്ല. നരകം നമ്മളെ തൊടാൻ പാടില്ല. നരകം നമ്മളെ തൊടാൻ പാടില്ല. ആ ജഹന്നമിൽ നിന്നൊരു പക്ഷേ കേച്ചിലാവാനുള്ള സാധ്യത ഉണ്ട്. താഴേക്ക് വന്നാൽ ഒരു നിലക്കും ചെയ്യാൻ പറ്റൂല, ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അള്ളാഹു നമ്മളെ എല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തു തരട്ടെ. അള്ളാഹുവേ, പരിശുദ്ധമായ ദിവസത്തിൽ റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നിന്റെ റഹ്മത്തിൻ്റെ മലായികത്തിൻ്റെ സാന്നിധ്യമുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ കബൂലാക്കണേ റബ്ബേ. അതിൻ്റെ ബറക്കത്ത് കൊണ്ടല്ലാ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റുന്നാണ്. ആദ്യം പറയണ സംഗതി വ്യക്തമായിട്ട് കേൾക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ സഹായം വേണമെന്നുള്ളത്. ഇനി വിചാരിക്കേണ്ട ഉസ്താദിന് പെരുന്നാൾ ടൂർ അടിച്ചു പൊളിക്കാനാണെന്ന്. അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് രോഗികളും പാവപ്പെട്ട ആളുകളും പ്രയാസപ്പെടുന്നവരൊക്കെ ഞാനുമായി ബന്ധപ്പെടാറുണ്ട്. അതൊക്കെ രഹസ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, അതിലേക്ക് ഞാൻ നിൽക്കുന്ന മഹലിൽ ഇന്ന് റമളാനിലൊരു വെള്ളിയാഴ്ച അങ്ങനെ ചെയ്യാറുണ്ട്. അതിലേക്കാണത്. അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമർ റഹ്മാനായ രാജാതിരാജനായ അല്ലാഹ്, പ്രയാസപ്പെടുന്നവരുടെ പ്രയാസം അകറ്റാനുള്ളതിൽ നിന്ന് സംഭാവന നൽകുന്നത് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നരകത്തെക്കുറിച്ച് പറഞ്ഞവരാണ്, കേട്ടവരാണ്. ഈ ചെയ്യുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് നരകം ഞങ്ങൾക്ക് ഹറാമാക്കണം റഹ്മാന്. ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയും നരകക്കുണ്ടിലിടല്ലേ റഹ്മാന്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. എല്ലാ മുഅ്മിനീങ്ങളും കഴിയുന്നത് ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുവേ, ഖബൂലാക്കണേ അല്ലാഹ്. റമളാൻ ശരീഫ് ഞങ്ങളോട് യാത്ര പറയുകയാണ്. അടുത്ത റമളാനിൽ ഞങ്ങളുണ്ടാകുമോ എന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവേ, നിന്റെ ത്വാഅത്തിലായി ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ ആയുസ്സിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും കബൂലാക്കട്ടെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഇഖ്ലാസോടുകൂടി ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ അടുത്ത കഴിഞ്ഞ റമളാനിൻ്റെ ഇതുപോലത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നമ്മുടെ കൂടെ ഇതുപോലെ ജുമാ കഴിഞ്ഞ് വയല് കേട്ട പലരും ഇന്ന് നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ ഏത് സമയത്താണ് നമ്മുടെ മരണം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, അസ്രായീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ദിവസം
70 വട്ടം വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്ന എൻ്റെ ആൾക്കാർ ഇന്നിവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഓരോ വീട്ടിലും വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാം ഓരോ ദിവസവും 70 തവണ വീതം ചോദിക്കുന്ന ഒരു ദിവസം ഇന്ന് ഒരു ഇരയെ കിട്ടും, അത് ഇറ്റാണ്ട് പോവും. അപ്പോഴാണ് മറ്റുള്ളവരൊക്കെ കരയുക. ആ കരയുന്ന സമയത്ത് അസ്രായിൽ പറയത്ര, എന്തിന് കരയണം, ഇയാൾ അവധിയെത്തിയിട്ടല്ലേ കൊണ്ടുപോകണം, അതിൻ്റെ മുന്നേ ഞാൻ പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്നല്ലോ. അള്ളാഹ് അയാൾക്ക് തിന്നാൻ കൽപ്പിച്ച ഭക്ഷണമൊക്കെ അയാൾ തിന്നിട്ടുണ്ട്, ആയുസ് മുഴുവനും ജീവിച്ചിട്ടുണ്ട്. ഇനി ഇയാളുടെ കാര്യത്തിൽ നിങ്ങൾ കരയണ്ട, നിങ്ങളെ കാര്യത്തിൽ ആലോചിച്ചിട്ട് എന്ത് ചെയ്തോളൂ, കരഞ്ഞോളൂ എന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചങ്കൂറ്റും ഈ പ്രസരിപ്പും ഈ മുടുക്കൊക്കെ കണ്ട് പോവും, വിചാരിക്കണ മാതിരിയല്ല. അസ്രായിൽ അലൈഹിസ്സലാമിനെ അസ്രായിൽ റൂഹിനെ പിടിക്കാൻ വന്നിട്ട് അസ്രായിൽ റൂഹിനെ പിടിക്കണ്ട, അസ്രായിൽ വരുന്ന ആ ഒരു രംഗണ്ട് കണ്ടാൽ മതി, തീർന്നു എല്ലാം. അസ്രായിൽ വരുന്ന ആ രംഗണ്ട് കാണുമ്പോഴേക്കന്നെ, അതേ സ്ഥാനത്ത് ഒരു വിശ്വാസിയായ മനുഷ്യനാണെങ്കിലോ അസ്രായിൽ അലൈഹിസ്സലാം വരുന്നതിൻ്റെ മുമ്പ് ലക്ഷക്കണക്കിന് റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വരുന്ന എന്തായിട്ടാ വരിക എന്നറിഞ്ഞ്, സ്വർഗത്തിലെ പട്ടുമായിട്ട് സ്വർഗത്തിലെ സുഗന്ധം പൂശിയ പട്ടേറ്റ് അതായിട്ട് വന്നിട്ട് അവരിങ്ങനെ അതിങ്ങനെ വിരിച്ചിങ്ങനെ നിൽക്കുന്ന അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ അടുത്ത്, ഈ മരിക്കാൻ പോണ മനുഷ്യൻ്റെ അടുത്ത് ആ റൂഹിനെങ്ങോട്ട് പിടിച്ചിട്ട് ഇതിൽ കണ്ട് വെക്കലോട് കൂടിയാണ് പൊതിഞ്ഞായിട്ട് ഒരു നേരെ സ്വർഗത്ത് കണ്ട് പറക്കും. പടച്ചോനെ ഞങ്ങളതിൽ പെടുത്തണേ റബ്ബേ, അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളതിൽ പെടുത്തണേ അള്ളാഹ്. പടച്ചോനെ, അടുത്ത റമദാനു ഷരീഫിൽ ഞങ്ങൾ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കൊരാൾക്കും പറയാനാവില്ല. അള്ളാഹുവെ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أرحم الرحمن الملك الجبار രാജാതി രാജനായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മുഅ്മിനീങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ സഹോദരിമാർ മുഅ്മിനാത്തുകൾ, എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ മഹല്ലത്തിലുള്ളവരും പരിസര മഹല്ലത്തുകളിൽ നീ ജുമായിൽ പങ്കെടുത്തവരൊക്കെ ഉണ്ട്. അല്ലാഹുവേ, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകല പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ പാപങ്ങൾ പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൽ നോമ്പിൻ്റെ ആദ്യം മുതൽ ഞങ്ങളിങ്ങനെ സഹായങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ്. ആരെന്ത് വിഷമങ്ങൾ പറഞ്ഞു വന്നാലും, ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നൊരു സലാം പറഞ്ഞൊരു 2 മിനിറ്റ് വല്ലതും പറഞ്ഞാലും ഒരാളെയും ഇന്നേ വരെ ഞങ്ങൾ വെറുതെ പറഞ്ഞയച്ചിട്ടില്ല. ഞങ്ങളെ കയ്യിലുള്ളതിൽ നിന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നരകം തൊടിയിക്കല്ലേ അല്ലാ. പടച്ചോനെ, ആ നരകത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ്. ഞങ്ങൾ ചിന്തിച്ചിരുന്നതിലും വലിയ അപകടത്തിലാണ് കാര്യങ്ങളുള്ളത്. അല്ലാഹുവേ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. സ്വർഗം ഞങ്ങൾക്ക് നിർബന്ധമാക്കണം റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു റബ്ബേ, മാരകമായ ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ല അല്ലാ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാ, വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തരല്ല അല്ലാ, കാലിട്ടടിച്ച് പടഞ്ഞ് മരിക്കുന്ന രോഗങ്ങൾ തരല്ല അല്ലാ. റമളാൻ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണ് അല്ലാ, ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പ്രതികൂലമായി സാക്ഷി പറയുന്നവരെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും കാക്കണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, അതുപോലെ
വിദേശ രാജ്യത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ടൊരു സഹോദരനുണ്ട്. കുറുമ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അല്ലാഹുവേ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന് നല്ല ഈമാനും ക്ഷമയും നൽകണം റഹ്മാനെ. റമളാനിലെ വെള്ളിയാഴ്ച രാവിലാണ് നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായത്. അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു എന്ന സൗഭാഗ്യത്തിൻ്റെ ഉടമയാണ്. നിന്റെ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂലാക്കണം റഹ്മാനെ. അടുത്ത റമളാൻ ശരീഫിൽ ഞങ്ങൾ ആരൊക്കെയുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പറയാനറിയില്ല. അല്ലാഹുവേ ഞങ്ങൾ ആര് ഏത് സമയത്താണ് മരണമെങ്കിലും ഈമാൻ ഞങ്ങൾക്ക് സലാമത്താക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ഇല്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൻ്റെ തവാബിന് ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികളുടെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടവരുണ്ടോ അവിടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. ഞങ്ങളുടെ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചെയ്ത് തന്നവരുണ്ട്. ഇപ്പോഴും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. സ്വർഗം പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പള്ളിയിലെ നോമ്പ് തുറക്ക് 1 മുതൽ ഇന്ന് വരെയും ഇതിൻ്റെ അവസാനം വരെയും നോമ്പ് തുറപ്പിച്ച ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. അത് ഒരുക്കിയിരുന്ന ആളുകളുണ്ട്, അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. അവിടെ കുടുംബത്തിൽ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ മഹല്ലത്തിൽ ദീനിയായ പുരോഗതി നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ സേവനം ചെയ്തിരുന്ന മഹല്ലത്തുകളിലൊക്കെ ഞങ്ങളെ സഹായിച്ചവരും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുമുണ്ട്. അവർക്കൊക്കെ നീ നിൻ്റെ കരുണയുടെ നോട്ടം നോക്കണം റഹ്മാനെ. ഇവിടെയും ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവർ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം എത്തിച്ചു തരാൻ തയ്യാറുള്ളവരെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ നിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൻ്റെ തീയിൻ്റെ കടുപ്പത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വാങ്ങിക്കൊടുന്ന തീയിനെ 70 തവണ പുഴകളിൽ കഴുകിയിട്ട് ആ തീ കൊണ്ടൊരു പർവ്വതം കത്തിക്കരിഞ്ഞ് ചാമ്പലായപ്പോൾ ആ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന അംശം തീ നരകത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയതാണ്. ആ തീയിൻ്റെ പുകയാണത്രേ ഇന്ന് ദുനിയാവിലുള്ള തീ. അല്ലാഹുവേ ഞങ്ങൾ നരകം എങ്ങനെ സഹിക്കുമല്ലോ. ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ഖൽബിൽ നിന്ന് അഹങ്കാരം എടുത്ത് മാറ്റണേ അല്ലാ. അല്ലാഹുവേ നല്ല നേർമ്മയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റബ്ബേ. ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ല തമ്പുരാനെ. ഈ കൈകൾ ഉയർത്തി നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആവശ്യങ്ങളുമെല്ലാം നിനക്കറിയാമല്ലോ റബ്ബേ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് പരിഹരിക്കണേ അല്ലാ. അറിഞ്ഞുകൊണ്ട് പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ ഹറമൈനി ശരീഫൈനിൽ ചെന്ന് മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ കുഞ്ഞുനാളിൽ ഞങ്ങൾ തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയ ഞങ്ങളെ ഖിബ്ലയാണ് പരിശുദ്ധ കഅബ ശരീഫ്. അല്ലാഹുവേ കൺകുളിർക്ക് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ഖൽബിൻ്റെ രാജാവ് ഉറങ്ങുന്ന മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലക്ഷക്കണക്കായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്താണ് അല്ലാഹുവേ. അതിൽ ഞങ്ങളെയും നീ പെടുത്തണേ അല്ലാ. ബിറഹ്മതിക യാ